ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ചാക്കോച്ചിയുടെ ക്രിസ്മസ് ഗിഫ്റ്റ് നോക്കാവേ എന്നതാണ്. അവനത് കിട്ടിയപ്പോൾ ഉള്ള എക്സ്പ്രഷൻസ് എല്ലാം എന്നതാണെന്ന് നോക്കാം. അവന് ബർത്ത്ഡേയുടെ സമയത്ത് അവന് ചോദിച്ചായിരുന്നു അവന് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണമെന്ന്. അപ്പോൾ ഞാൻ വന്ന് വെറുതെ പറഞ്ഞതാണ്, സാന്റാക്ലോസ് ക്രിസ്മസിന് ഗിഫ്റ്റായിട്ട് കൊണ്ട് തരുമെന്ന് പറഞ്ഞ്. അതവന് മനസ്സിൽ വെച്ചുകൊണ്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, സാന്റാക്ലോസ് എനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് സ്പൈഡർമാൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഓർത്തു അവൻ്റെ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ ഓൺലൈനിൽ ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു. അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാവേ. ആ ഡ്രസ്സിൻ്റെ സെറ്റിൽ 2 സോക്സ് ഉണ്ടായിരുന്നു. നീളമുള്ള സോക്സ്, പക്ഷേ മെറ്റീരിയൽ വലിയ ഇതില്ല, കുഴപ്പമില്ല, നല്ല യൂസാക്കാം. പിന്നെ 2 ഗ്ലൗസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മാസ്ക്, പിന്നെ ഒരു ടീഷർട്ടും, പിന്നെ ഒരു പാൻറ്റും. ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഡ്രസ്സിൻ്റെ സെറ്റിൽ. അപ്പം ഞാൻ ആദ്യം ഓർഡർ ആക്കിയപ്പം അതിൽ മാസ്ക് മിസ്സിംഗ് ആയിരുന്നു. അപ്പം റിട്ടേൺ അടിച്ചിട്ട് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം മേടിച്ചതാണ്. അപ്പം അങ്ങനെ എല്ലാം ഐറ്റംസും ഉണ്ട്. ഇനി നമുക്കതൊന്ന് കവറാക്കിയിട്ടെടുക്കാം. ഞാനതിന് പറ്റിയ ബോക്സ് തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ എന്താക്കി, ഉണ്ടായിരുന്ന കവറിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ ഒന്ന് പൊതിഞ്ഞെടുത്തു. ഞാനന്നേരം ഇത് വേറെ വോയിസ് ഓവർ കൊടുത്തതാണ് കേട്ടോ. ഇന്ന് വോയിസ് ഓവർ കൊടുത്ത് ഇന്നലെ വീഡിയോ എടുത്തതാണ് ഇത്. ഇന്നലെ അവൻ ഉറങ്ങുന്ന സമയത്ത് ഞാനത് കവറാക്കി പാക്കാക്കി വെച്ചതാണ്. അപ്പം ഞാൻ അന്നേരം വർത്തമാനം പറയുന്ന കേട്ടിട്ട് അവൻ എഴുന്നേറ്റാലോ എന്ന് ഓർത്തിട്ട് ഞാൻ മെല്ലെ ഇങ്ങനെ സംസാരിച്ചതാണ്. നിങ്ങളിങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ പ്രാവശ്യം കൊടുക്കണേ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട്. എന്താണെന്ന് വെച്ചാൽ അവർ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന സാധനം പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോഴേ സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സന്തോഷമായിരിക്കും അവർക്ക്. അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് അങ്ങനെ ചെയ്യുക കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഒരു കാർഡ് അയച്ചു കൊടുക്കാൻ നോക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ കാർഡ്, ഗ്രീറ്റിംഗ് കാർഡൊക്കെ എത്ര അയച്ചിട്ടുണ്ട്, ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പം നമുക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയക്കുക, പ്രതീക്ഷിക്കാതെ അവർക്കത് കിട്ടുമ്പം കുറേ നാൾ കൂടിയിട്ടൊക്കെ കിട്ടുന്നതല്ലേ. അപ്പോൾ കിട്ടുമ്പം നല്ലൊരു സന്തോഷമായിരിക്കും. പിന്നെ അവർ നമ്മളെ ഓർക്കുകയും ചെയ്യും. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ എന്തായി? എല്ലാം റെഡിയായോ? പുൽക്കൂടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? ഞാൻ നാളെ തുടങ്ങാനിരിക്കുക പുൽക്കൂട്. നമുക്ക് ഉണ്ടാക്കിയിട്ട് വീഡിയോ നാളെ വൈകുന്നേരമോ മറ്റന്നാളായിട്ട് എന്തെങ്കിലും ഇടാം. ഇപ്പോൾ ഗിഫ്റ്റ് കവറ് ഒന്ന് ഫുള്ള് മൊത്തത്തിൽ ഒന്ന് പൊതിഞ്ഞെടുത്തു. എന്നിട്ട് ഒരു ബോ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാപ്പി ക്രിസ്മസ് ആഡം എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കനും അമർത്തണേ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇപ്പോൾ രാവിലെ സമയം 6:10. നമുക്ക് മെല്ലെ ഗിഫ്റ്റ് കൊണ്ടുപോയിട്ട് ചാക്കോച്ചിയുടെ അടുത്ത് കൊണ്ടുവെക്കാം. അതെ, ഞാനിപ്പോഴത്തെ റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് നിൽക്കുന്നതല്ലേ, അപ്പുറത്തെ ലൈറ്റ് ഇട്ടാൽ അവൻ എഴുന്നേറ്റെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക, നല്ല കൊണ്ടുവയ്ക്കുക. അവന് നല്ല ഉറക്കം അവിടെ. എഴുന്നേൽക്കുമ്പോഴേ കണ്ടിട്ട് സർപ്രൈസ് ആകട്ടെ എന്ന് ഓർത്തിട്ട്. അവനൊരു 6:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻസ് നോക്കാവേ. അതവിടെ നോക്ക്, തലമുറയുടെ ചാക്കു സാന്റാക്ലോസ് ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഓപ്പൺ ആക്കാലോ.
താങ്ക് യു പറ. ഗ്ലൗസ് ഉണ്ട്. സാന്റാക്ലോസിന് താങ്ക് യു പറഞ്ഞോ? എങ്ങനെ പറയും? അങ്ങനെ പറഞ്ഞാൽ മതി, സാന്റാക്ലോസ് കേട്ടോളൂ. അങ്ങനെ പറ. ഓ ഗുഡ് ബോയ്. ഇടാം. തുണിയിട്ട് നോക്കാവേ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയ അവനും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവന് പിന്നെ അത് ഡ്രസ്സും ഊരുന്നേ ഇല്ലായിരുന്നു, അത് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് കിട്ടിയതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ, ഹാപ്പി ക്രിസ്മസ്. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.